ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അലീന. അപ്പോൾ ഇന്ന് ഒരു പുത്തൻ സ്റ്റോറിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കഥ കേൾക്കാം. റാഷി 29 വയസ്സ്, ഗൾഫിൽ ഒരു കമ്പനിയിൽ എൻജിനീയറായി വർക്ക് ചെയ്യുന്നു. അതേ കമ്പനിയിൽ തന്നെ HR എക്സിക്യൂട്ടീവായി ജോലി ചെയ്യുന്ന 27 വയസ്സുള്ള സുഹൃത്ത് അരുണിൻ്റെ കല്യാണം കൂടാൻ നാട്ടിലാണ് അവനിപ്പോൾ. ഒരേ കമ്പനിയിലെ ജോലിപരമായ ആവശ്യങ്ങൾ മുഖാന്തരം അടുത്ത സുഹൃത്തുക്കളായി മാറിയവരാണ് റാഷിയും അരുണും. മറ്റുള്ളവരുടെ കല്യാണവും മറ്റുമൊക്കെ കൂടാൻ, പ്രത്യേകിച്ച് സ്ത്രീകൾ കൂടുന്ന പരിപാടികളിൽ പങ്കെടുക്കാൻ വളരെ ഇൻട്രസ്റ്റാണ് റാഷിക്ക്. മണവാട്ടികൾ മുതൽ കല്യാണ വീടുകളിൽ വരുന്ന സകല സുന്ദരിമാരെയും നോക്കി നയനസുഖമുണ്ടാക്കൽ അവനൊരു ഹരവുമാണ്. അങ്ങനെ അരുണിൻ്റെ വിവാഹമൊക്കെ നല്ല ആർഭാടപൂർവ്വം തന്നെ നടന്നു. MBAക്ക് പഠിക്കുന്ന 21 വയസ്സുകാരി സുന്ദരി രേഷ്മയാണ് അവൻ്റെ പെണ്ണ്. അത്യാവശ്യം നല്ല തുടിപ്പുള്ള നല്ല കിടിലൻ സുന്ദരിയാണവൾ. കല്യാണത്തിൻ്റെ അന്നും അത് കഴിഞ്ഞുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയുള്ള വിരുന്ന് വഴിയുമൊക്കെ രേഷ്മയുമായി റാഷി നല്ല സൗഹൃദം സ്ഥാപിച്ചെടുത്തു. നല്ല രീതിയിൽ തന്നെ അവൻ അവളെ നോക്കി സ്കെച്ചിട്ടു. ഭർത്താവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ ആ നോട്ടവും മറ്റും അവൾ മറ്റൊരു തരത്തിൽ എടുക്കാനും നിന്നില്ല. അരുണിൻ്റെ അമ്മ സരള, ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്ന സഹോദരി മൃദുല എന്നിവരുമായി പണ്ടേ തന്നെ നല്ല കമ്പനിയാണ് റാഷി. 47 വയസ്സുള്ള സരള നല്ലൊരു ഐറ്റം സാധനം തന്നെയാണ്. ഭർത്താവിൻ്റെ വിയോഗത്തിന് ശേഷം പുരുഷൻ്റെ സാമീപ്യം സരള അറിഞ്ഞിട്ടുമില്ല. പഠനമൊക്കെ കഴിഞ്ഞ് 1-2 വർഷത്തിനുള്ളിൽ ഏതെങ്കിലും ഒരുത്തൻ്റെ ഭാഗ്യമായി മാറാനുള്ള 19 വയസ്സുകാരി സഹോദരി മൃദുല ഒരു പൈങ്കിളി പോലുള്ള കൊച്ചാണ്. ഒരു പെണ്ണിന് വേണ്ട അത്യാവശ്യ വണ്ണവും പൊക്കവും കൃത്യമായി സമന്വയിച്ച സുന്ദരി കുട്ടിയാണവൾ. അങ്ങനെ അരുണിൻ്റെയും രേഷ്മയുടെയും വിവാഹം കഴിഞ്ഞിട്ട് 1 മാസമായി. അച്ഛനില്ലാത്തതുകൊണ്ട് കല്യാണ ഒരുക്കങ്ങൾക്കും മറ്റുമായി അരുൺ 1 മാസം മുൻപേ നാട്ടിലേക്ക് പോന്നിരുന്നു. ഇപ്പോൾ കല്യാണവും കഴിഞ്ഞ് എല്ലാം കൂടി 2 മാസത്തിനടുത്തായി. അരുണിനെ എയർപോർട്ടിൽ കൊണ്ടാക്കാനും പെട്ടിയും മറ്റുമൊക്കെ ഒരുക്കാനുമൊക്കെയായി റാഷി തലേ ദിവസം രാത്രിയിൽ തന്നെ എത്തി. റാഷിയുടെ ഒരു ഭാഗ്യം നോക്കണേ, ഫ്ലൈറ്റിൽ തൊട്ടടുത്ത സീറ്റിൽ നല്ലൊരു കിടിലൻ ആൻറ്റി. എന്നാലൊന്ന് മുട്ടി നോക്കാമെന്ന് കരുതി റാഷിയുടെ പഞ്ചാര കലർന്ന് ചിരിച്ചു പരിചയപ്പെട്ടു. അവർ തമ്മിൽ പരസ്പരം പരിചയപ്പെട്ടു. ആൻറ്റിയുടെ പേര് വത്സല നാരായൺ. ഒരു 50 വയസ്സ് പ്രായമുണ്ട്. കൊച്ചിയിൽ ഒരു കമ്പനിയിൽ HR ആണ്. ആൻറ്റിക്ക് നമ്മുടെ റാഷിയെ ശരിക്കും ഇഷ്ടമായി എന്ന് തോന്നുന്നു. പരസ്പരം വിശേഷമൊക്കെ പങ്കുവെച്ചു. അതിലേറെ സന്തോഷം കിട്ടുന്ന വസ്തുത, ആൻറ്റി ഡിവോഴ്സ്ഡ് ആണ്. ഇരട്ടി മധുരം പോലെ ആൻറ്റിക്കൊരു മോൾ കൂടിയുണ്ട് എന്ന കാര്യം കൂടെ പിടികിട്ടി. മോൾ ആൻറ്റിയുടെ കൂടെയാണ്. എന്തായാലും ആൻറ്റിയുടെ നമ്പർ കിട്ടി. ഇൻസ്റ്റയിൽ പരസ്പരം ഫോളോ ചെയ്യാനും തുടങ്ങി. നല്ലൊരു തുടക്കമാവട്ടെ എന്ന് കരുതി ആൻറ്റിയോട് യാത്ര പറഞ്ഞ് റാഷിൻ അരുണിൻ്റെ വീട്ടിലെത്തി. അവൻ എത്തുമ്പോഴേക്ക് തന്നെ ഭൂരിഭാഗം ഐറ്റംസും സരളയും രേഷ്മയും മൃദുലയും ചേർന്ന് പാക്ക് ചെയ്തിരുന്നു. ബാക്കി സാധനങ്ങൾ പാക്ക് ചെയ്യാനും പെട്ടിയിലെടുത്ത് വെച്ച് സെറ്റാക്കാനുമൊക്കെ റാഷിയും അവരോടൊപ്പം കൂടി. നിലത്തിരുന്നും കുനിഞ്ഞു നിന്നുമൊക്കെയായി ഓരോന്ന് ചെയ്യുന്ന സരളയുടെയും രേഷ്മയുടെയും മൃദുലയുടെയും ശരീരഭംഗിയും നല്ലവണ്ണം ആസ്വദിച്ചാണ് അവൻ പെട്ടി പാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പുറത്ത് എന്തൊക്കെയോ ആവശ്യങ്ങൾക്ക് പോയിരുന്ന അരുൺ അപ്പോഴേക്കും എത്തി. അവൻ റാഷീനെ ആലിംഗനം ചെയ്ത് വിശേഷം ചോദിച്ച ശേഷം, രാവിലെ പോകാനുള്ളതല്ലേ, ഞാൻ കിടക്കട്ടെ? അമ്മേ, റാഷിക്കും കിടക്കേണ്ടതാ, എല്ലാം ഒരുക്കി കൊടുക്കണേ എന്നും പറഞ്ഞ് രേഷ്മയും കൂട്ടി റൂമിലേക്ക് പോയി. റാഷി, നാളെ ഗൾഫിലേക്ക് പോകേണ്ടവനല്ലേ നീ? കുറച്ചുകൂടി നേരത്തെ വന്ന് അവളുടെ ഒപ്പം റൂമിൽ പോയി സമയം ചെലവഴിക്കേണ്ടേടാ അരുണേ. അത് കേട്ട് സരള പറഞ്ഞു, റാഷി നമ്മുടെ വീട്ടുകാരൻ തന്നെയല്ലേടാ, അതെല്ലാം ഞാൻ ചെയ്തു കൊടുത്തോളാം. അങ്ങനെ പെട്ടിയൊക്കെ ഒരുക്കി സെറ്റാക്കി വന്നപ്പോഴേക്കും രാത്രി ഏതാണ്ട് 1 മണിയോളമായി. ഇനി കിടക്കട്ടെ അമ്മേ, നല്ല ഉറക്കം വരുന്നു, അതിരാവിലെ എഴുന്നേൽക്കുകയും വേണ്ടേ എന്നും പറഞ്ഞ് മൃദുല അവളുടെ ബെഡ്റൂമിലേക്ക് പോയി.
സരള പറഞ്ഞു. റാഷി, നിനക്കിനി കഴിക്കാനോ കുടിക്കാനോ എന്തെങ്കിലും വേണോ? വേറൊന്നും വേണ്ടമ്മേ. അല്ല സരളേ, കുടിക്കാൻ കുറച്ച് വെള്ളം കുപ്പി വെച്ചാൽ മതി. അരുണിൻ്റെ വീട്ടുകാരുമായി നല്ല കമ്പനി ആയതു മുതൽ അവൻ അങ്ങനെ ചില വിളികളൊക്കെ സരളയെ വിളിക്കാറുണ്ട്. നീ എന്താ വിളിച്ചേ? കുറച്ച് കൂടുന്നുണ്ട് ചെക്കാ നിനക്ക്. വാ, ബെഡ് വിരിച്ചു തരാം. രാവിലെ എണീക്കണ്ടേ നിനക്കും എന്ന് പറഞ്ഞ് സരള റാഷിക്ക് കിടക്കാനുള്ള റൂമിലേക്ക് പോയി. എന്താ സരളേ, നീ ഇതുവരെ ബെഡ്ഷീറ്റ് വിരിച്ച് കഴിഞ്ഞില്ലേ എന്നും ചോദിച്ചുകൊണ്ട് അവനും റൂമിലേക്ക് കയറി. ബെഡ്ഷീറ്റ് വിരിക്കുകയായിരുന്ന സരള അത് കേട്ട് പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞു നോക്കി. തൻ്റെ ഭർത്താവ് വന്ന് ചോദിച്ചതുപോലെയാണ് അവൾക്കത് അനുഭവപ്പെട്ടത്. എടാ ചെക്ക, നിനക്ക് ഒരുപാട് കൂടുന്നുണ്ട് കേട്ടോ. അരുണിൻ്റെ അച്ഛൻ്റെ അതേപോലെ തന്നെ ഉണ്ടായിരുന്നു നിന്റെ ചോദ്യവും എന്ന് സരള. അരുണിൻ്റെ അച്ഛൻ എന്ന് പറയുമ്പോൾ സരളാമ്മയുടെ കെട്ടിയോനല്ലേ? എന്നാ എന്നെ അങ്ങനെ കണ്ടാൽ പോരെ എന്നവൻ ചിരിച്ചുകൊണ്ട് സരളയോട് പറഞ്ഞു. പോടാ അവിടുന്ന്, കൊല്ലും ഞാൻ. അതും പറഞ്ഞ് സരള അവൻ്റെ നെഞ്ചിൽ കൈകൊണ്ട് കുത്തി. അവൻ ആ കൈ പിടിച്ച് കൂടുതൽ നെഞ്ചോട് ചേർത്ത് വെച്ചു. ഇട്ടിരിക്കുന്ന ഗൗണിൽ തുടുത്തു തുളുമ്പി നിൽക്കുന്ന അവളുടെ സൗന്ദര്യവും ഗന്ധവും അവൻ്റെ ആഗ്രഹങ്ങൾ ഉയർത്തി. നിങ്ങൾക്കിപ്പോൾ എത്ര വയസ്സായി അമ്മേ? എന്തിനാ ഇതൊക്കെ ഇപ്പോൾ അറിഞ്ഞിട്ട്? എന്താ, എന്നെ വല്ല രണ്ടാം കെട്ടും കെട്ടിച്ച് വിടാനാ ചെക്കൻ്റെ ഉദ്ദേശം? എനിക്കിപ്പോൾ 47 എന്ന് സരള പറഞ്ഞു. 47 ഇനി 55 ആയാലും നിങ്ങളൊരു അടിപൊളി ചെറുപ്പക്കാരി സുന്ദരി തന്നെയല്ലേ സരള അമ്മേ? എന്താ ഭംഗി, എന്താ ഷേപ്പ്! ഈ പ്രായത്തിലെ മറ്റ് കുടവയറുള്ള സ്ത്രീകളെ വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടേത് അധികം ചാടാത്ത നല്ല ഒതുങ്ങിയ വയറാണ്. ഒന്ന് പോടാ ചെക്ക, വെറുതെ ഓരോന്ന് പറഞ്ഞ് പഞ്ചാരയും പുളിവും അടിക്കാതെ. പിന്നെ എനിക്ക് കുടവയറ് ചാടാതെ നിന്റെ ശരീരമൊക്കെ ഇന്നും ഒതുങ്ങിയിരിക്കുന്നത് 2 പ്രസവശേഷവും കൃത്യമായി ചിട്ടയോടെ നോക്കിയതിൻ്റെ ഫലമാ മോനെ എന്ന് സരള പറഞ്ഞു. പ്രായം എത്രയായാലും സരളാമ്മയെ കെട്ടാൻ തോന്നും. പുറത്താരെക്കൊണ്ടും കെട്ടിക്കാനല്ല പ്രായം ചോദിച്ചത്. എനിക്ക് തന്നെ നിങ്ങളെ ഒന്ന് കെട്ടിയാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ട്. ഹേയ് റാഷി, നീ എന്തൊക്കെയാടായി പറയുന്നേ? അരുണിനോട് നീ പോയി പറ, അവൻ വേഗം തന്നെ നമ്മുടെ കല്യാണം നടത്തിത്തരും. നല്ല ചേർച്ചയല്ലേടാ റാഷീൻ്റെ. സരള ബീവി അവൾ റാഷീനെ നോക്കി ചിരിച്ചു. റാഷി പറഞ്ഞു. കണ്ടോ കണ്ടോ, ഈ ചിരി തന്നെ എന്നെ കൊതിപ്പിക്കുന്നു. അപ്പം മോഹമുണ്ടെന്നല്ലേ പറഞ്ഞു വരണത്? കല്യാണം കഴിക്കാതെയും സരളയെ ബീവിയാക്കാം. നമുക്കിങ്ങനെ പാട്ടും പാടി ഡാൻസും ഒക്കെ ചെയ്ത് അടിപൊളിയായി ജീവിക്കാം. അവൻ ഗൗണിന് മുകളിലൂടെ സരളയുടെ അരക്കെട്ടിൽ കൈ ചുറ്റി ഒരു കൈ അവളുടെ കയ്യിലും പിടിച്ച് ഡാൻസ് പോലെ വട്ടം ചുറ്റി. എടാ ദൈവമേ, എന്തൊക്കെയാ എന്നെ കൂട്ടി ഇവൻ ഈ ചെയ്യണേ! ആരും കാണാത്തത് ഭാഗ്യം. എന്തൊരു സുന്ദരിയാണ് സരളേ നീ. നമ്മൾ മാത്രം വിചാരിച്ചാലൊന്നും ആരും കാണുകയുമില്ല, കേൾക്കുകയുമില്ല, അറിയുകയുമില്ല. ഐ ലൈക്ക് യു. ആ ചുറ്റലിനിടയിൽ അവളുടെ ചെവിയിൽ അവൻ മന്ത്രിച്ചു. അപ്പോഴേക്കും അവൻ്റേത് കുട്ടിക്കളിയല്ല, സീരിയസ് ആണെന്ന് സരളയ്ക്ക് ബോധ്യം വന്നു. എന്നാലേ ഇനി നീ കിടന്നോ, ഞാനും പോയി കിടക്കട്ടെ. രാവിലെ നേരത്തെ എഴുന്നേൽക്കാനുള്ളതാ എന്നും പറഞ്ഞ് അവൾ അവൻ്റെ കൈ വിടിവിച്ചുകൊണ്ട് അവിടുന്ന് ഇറങ്ങി റൂമിലേക്ക് പോയി. റാഷി മനസ്സിൽ പറഞ്ഞു. ഇന്ന് തന്നെ മുതലാക്കാമായിരുന്നു. എൻ്റെ വാക്കും പ്രവൃത്തിയും അവളിലും ഹരം കയറ്റിയിട്ടുണ്ട്. റൂമിൽ കയറി വാതിലടച്ച് ബെഡിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും സരളയ്ക്ക് ഉറക്കം വന്നില്ല. ഇതുവരെ താൻ കണ്ട മകൻ്റെ കൂട്ടുകാരൻ എന്ന റാഷിയല്ല അല്പം മുമ്പ് താൻ കണ്ടത്, അനുഭവിച്ചത്. കുറച്ചു നേരം കൂടി അവൻ്റെ കുസൃതിക്ക് നിന്ന് കൊടുത്തിരുന്നെങ്കിൽ പിന്നെ എന്താകുമായിരുന്നു അവസ്ഥ? അവൻ തന്നെ പൂർണ്ണമായും അവൻ്റേതാക്കിയനെ എന്നതോർത്തപ്പോൾ സരളയ്ക്ക് പേടിയും ഒപ്പം തന്നെ എന്തൊക്കെയോ പ്രത്യേക രസവുമൊക്കെ തോന്നി. ഭർത്താവ് കൂട്ടില്ലാത്ത തനിക്ക് ഇത്രയും നാളിന് ശേഷം ഒരാൾ കൂട്ടു തരാമെന്ന് പറയുന്നു, തന്നെ ഇഷ്ടമാണെന്ന് പറയുന്നു.
എന്നോർത്തപ്പോൾ അവൾക്ക് നേരത്തെ ഉണ്ടായ പേടിയുടെ സ്ഥാനത്ത് ഒരു പ്രത്യേക സുഖം ഫീൽ ചെയ്തു. അതവളുടെ ശരീരത്തിലേക്ക് ഒരു തരിപ്പ് പോലെ പടർന്നു. വർഷങ്ങൾക്ക് ശേഷം താനും ഒരു കാമുകിയും പ്രണയിനിയുമായി മാറുകയാണോ? അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് സെറ്റ് സാരിയും ബ്ലൗസും ധരിച്ച് സരള അമ്പലത്തിൽ പോയി വന്നു. അപ്പോഴേക്കും അരുൺ പുറപ്പെടാനും റെഡിയായി. അമ്മേ, റാഷിക്കാനെ പ്രത്യേകം നോക്കിയേക്കണം. 2 ദിവസവും കൂടി കഴിഞ്ഞിട്ട് പോയാൽ മതി കേട്ടോ. റാഷീൻ്റെ കാറിൽ കയറി അവൻ എയർപോർട്ടിലേക്ക് പോയി. കൂടെ മൃദുലയും രേഷ്മയും ഉണ്ട്. രാത്രിയിൽ ഒന്നും ഉണ്ടാകാത്ത പോലെ തന്നെ റാഷി സരളയോട് പെരുമാറിയപ്പോൾ ചെറിയ ടെൻഷനോടും ജാള്യതയോടും കൂടിയാണ് അവളുടെ പെരുമാറ്റം. അങ്ങനെ അരുണിനെ എയർപോർട്ടിൽ കൊണ്ടാക്കി അവർ 3 വീട്ടിൽ തിരിച്ചെത്തി. അമ്മേ, ഞങ്ങൾ എയർപോർട്ടിനടുത്തൊരു ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനി നന്നായിട്ടൊന്ന് ഉറങ്ങട്ടെ. മൃദുല അവളുടെ റൂമിലേക്ക് പോയി. ഞാനും ഒന്ന് കിടക്കട്ടെ അമ്മേ. പിന്നെ നാളെ എന്നെ കൂട്ടാൻ അച്ഛനും അമ്മയും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വകയിൽ റാഷിക്കാക്കൊരു ഡ്രൈവ് ഒഴിഞ്ഞു കിട്ടി. രേഷ്മയും റൂമിലേക്ക് കയറി വാതിലടച്ചു. അതെല്ലാം കേട്ട് നിൽക്കുന്ന സരളയുടെ മുഖത്തേക്ക് റാഷി ഇമ വെട്ടാതെ നോക്കി നിന്നു. അവൻ്റെ ആ നോട്ടം അവളെ ആകെ ചൂളിപ്പിച്ചു. എന്താ സരളാമ്മേ കഴിക്കാനുള്ളത്? അവർ രണ്ടാളും അപ്പവും വടയുമൊക്കെ നന്നായി വെട്ടി വിഴുങ്ങി. എനിക്ക് ഈ അമ്മ ഉണ്ടാക്കുന്ന അപ്പമാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാനൊരു കാലിച്ചായ മാത്രമേ കുടിച്ചുള്ളൂ. ഇവിടെ അപ്പമല്ല, നല്ല ദോശയും സാമ്പാറും ചട്നിയുമാണ് ഞാൻ ഉണ്ടാക്കിയത്. എങ്കിലെടുക്ക് സരളക്കുട്ടി, നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. ഇന്നീ സെറ്റ് സാരിയിൽ കല്യാണപ്പെണ്ണിനെ പോലെ ഒന്നുകൂടെ സുന്ദരിയായിട്ടുണ്ടല്ലോ എന്നവൻ പറഞ്ഞു. അങ്ങനെ സരളയും റാഷിയും പ്രാതൽ കഴിക്കാൻ തുടങ്ങി. ഡൈനിങ് ടേബിളിൻ്റെ സിംഗിൾ സീറ്റ് ഭാഗത്താണ് സരള ഇരിക്കുന്നത്. തൊട്ടടുത്ത സീറ്റിൽ റാഷിയും. ഉള്ളിൽ ടെൻഷനും മറ്റെന്തൊക്കെയോ ആകുലതകളും നിറയുന്നത് പോലെ സരളയ്ക്ക് തോന്നി. ഇതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കുമ്പോൾ അവൾ അവനോട് കൂടുതലൊന്നും സംസാരിക്കാതെയാണ് ഇരിക്കുന്നത്. അമ്മയുടെ മോൻ പറഞ്ഞത് കേട്ടായിരുന്നോ? റാഷിക്കാനെ നല്ലോണം നോക്കണമെന്ന്, അതായത് പ്രത്യേകം പരിഗണിക്കണമെന്ന്. വേണമെങ്കിൽ അവൻ എനിക്ക് നിങ്ങളെ കെട്ടിച്ചു തരും. അത്രയ്ക്ക് വിശ്വാസമായ എന്നെ. അവളുടെ മൗനത്തെ മുറിച്ചുകൊണ്ട് റാഷി പറഞ്ഞു. സരള മറുപടി പറഞ്ഞു, ആ, അത് പിന്നെ അവൻ്റെ കൂട്ടുകാരനല്ലേ നീ. ആ പരിഗണനയൊക്കെ തരുന്നുമുണ്ടല്ലോ ഞങ്ങൾ. അതൊന്നും പോരെന്നാ അവൻ പറഞ്ഞതിൻ്റെ പൊരുൾ. നല്ല സ്പെഷ്യൽ ട്രീറ്റ് തന്നെ കൊടുക്കണമെന്ന്. ഡൈനിങ് ടേബിളിൻ്റെ താഴത്തുകൂടി റാഷിയുടെ കാൽവിരലുകൾ സരളയുടെ കാൽവിരലുകളിൽ ഉരസിക്കൊണ്ടിരുന്നു. അവൻ ഒരു കണ്ണടച്ച് സരളയെ നോക്കി ഒരു വഷളൻ ചിരിച്ചിരിച്ചു. വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ടച്ചിങ്സ്. തൻ്റെ കാലുകളിൽ കൂടി ഒരു വൈദ്യുതി പ്രവാഹം ഉണ്ടാകുന്നത് സരള തിരിച്ചറിഞ്ഞു. അവർ രണ്ടാളും ഇനി എപ്പോൾ എഴുന്നേക്കും സരളെ? അവൻ പരിപാടി തുടർന്നുകൊണ്ട് ചോദിച്ചു. അവർ ഇനി ഉച്ചയാകും. അതുമൂലമുണ്ടായ പ്രവാഹ അനുഭൂതിക്കിടയിൽ മറ്റേതോ ലോകത്തെന്ന പോലെ സരള മറുപടി പറഞ്ഞു. പാത്രം കഴുകി വെക്കട്ടെ എന്നും പറഞ്ഞ് പെട്ടെന്ന് എഴുന്നേറ്റ് സരള അടുക്കളയിലേക്ക് പോയി. പാത്രം കഴുകി നിൽക്കുന്ന സരളയുടെ പുറകിൽ ചെന്ന് അവനൊരു കുസൃതി കാട്ടി. അവളുടെ കയ്യിൽ നിന്നും പാത്രം സിങ്കിലേക്ക് വീണു. അപ്പം തിന്നാൻ വന്ന എന്നെ ദോശ തന്ന് പറ്റിക്കാൻ നോക്കിയോടി അമ്മക്കള്ളി. അവൻ അവളുടെ കവിളിലൊന്ന് നുള്ളി. പാത്രം കഴുകിക്കൊണ്ടിരുന്ന കൈകൾ റാഷി വെള്ളത്തിൽ കഴുകിയെടുത്തു. നിന്നെ എനിക്ക് വേണം സരളെ. അവളുടെ കണ്ണിൽ നോക്കി തന്നെ നിന്നു. സരള അപ്പോഴേക്കും വികാര തരളിതയായി അവൻ്റെ ഏത് ആജ്ഞയും അനുസരിക്കാൻ പരുവത്തിലേക്ക് എത്തിയിരുന്നു. വറ്റി വരണ്ട് കിടന്ന മരുഭൂമിയിൽ ജലം പൊടിയും പോലെ തനിക്കും എന്തൊക്കെയോ കിട്ടാതിരുന്നത് കിട്ടാൻ പോകുന്നു എന്നൊരു ഫീലായിരുന്നു അപ്പോൾ. നിന്നെ ആദ്യം കണ്ട അന്നേ കൊതിച്ചതാടി സരളാമ്മേ. അത്രയ്ക്ക് സുന്ദരി ചരക്കല്ലേ നീ. എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോടാ കുട്ടാ?
സരള വളഞ്ഞു തുടങ്ങി എന്ന് റാഷിക്ക് മനസ്സിലായി. അത് ശരി, ആണൊരുത്തം വന്ന് ഒന്ന് മൂപ്പിച്ചപ്പോഴേക്കും ആഗ്രഹങ്ങൾ വന്ന് പതിവൃതയാണല്ലോ സരളെ നീയും. ഞാനും ഒരു പെണ്ണല്ലേടാ, ഇത്രയ്ക്ക് കൊതിയുണ്ടായിട്ടും നീ എന്താ എന്നെ നോക്കാതിരുന്നേ ഇതുവരെ? അവൻ അവളെയും കെട്ടിപ്പുണർന്നുകൊണ്ട് ബെഡ്റൂമിലേക്ക് കയറി. വർഷങ്ങളായി സാധിക്കാൻ പറ്റാതിരുന്ന തൻ്റെ ആഗ്രഹങ്ങൾ കയറൂടി വിടാൻ ഉള്ള വെമ്പലും ആവേശവുമായിരുന്നു സരളയ്ക്ക്. നിനക്കെന്നെ കെട്ടി നിന്റെ ബീവിയാക്കണമല്ലേ? ബെഡ്റൂമിലേക്ക് എത്തിയ സരള അലമാര തുറന്ന് ഊരി വെച്ചിരുന്ന ലോക്കറ്റുള്ള ഒരു സ്വർണ്ണമാല അവൻ്റെ കയ്യിലേക്ക് എടുത്തു കൊടുത്തു. ഇതൊന്നും വേണ്ട, അതൊക്കെ ഞാൻ അമ്മയോടുള്ള പ്രേമം കൊണ്ട് പറഞ്ഞതാ എന്നവൻ. വേണ്ട, ഇനിയൊന്നും പറയണ്ട, എനിക്ക് നിന്റെ ബീവിയാകണം. അവൾ അവനെ കൊണ്ട് കഴുത്തിൽ മാല ചാർത്തിച്ചു. ഇപ്പോൾ മുതൽ ഞാൻ നിനക്ക് അമ്മയല്ല, നീ ഇടയ്ക്ക് വിളിക്കും പോലെ സരളയാണ്, നിന്റെ പെണ്ണാണ് ഞാൻ. എന്തടി പൊന്നെ, നീ എൻ്റെ ചക്കരയാടി സരളെ. എന്തൊരു മുതലാണടി സരളെ നീ, ശരിക്കും സുന്ദരി തന്നെ. ആണോടാ, ഞാൻ അത്രയ്ക്ക് ചരക്കാണോ? എന്നെ കെട്ടിയിട്ട് എന്ത് ചെയ്യാനാ നീ കൊതിച്ച മുത്തേ? അതൊക്കെ ഉണ്ട് മുത്തേ. അങ്ങേര് പോയ പിന്നെ ആദ്യമൊക്കെ കുറേ നാൾ വേറൊരു ചിന്ത പോലും വന്നിട്ടില്ല. പിന്നെ അരുണിൻ്റെയും മൃദുലയുടെയും കാര്യം നോക്കി അങ്ങ് മുന്നോട്ട് പോയി ഞാൻ. അത്യാവശ്യ സമ്പാദ്യമുള്ളതുകൊണ്ട് ജീവിതം വലിയ ബുദ്ധിമുട്ടില്ലാതെ പോയിരുന്നു. കുറച്ച് കഴിഞ്ഞ് യൂട്യൂബിൽ ഭാര്യ ഭർത്തൃ സ്നേഹവും അതുപോലെ പിന്നെ ചില കാര്യങ്ങളൊക്കെ കാണാൻ പറ്റിയപ്പോൾ വീണ്ടും എനിക്ക് ഇൻട്രസ്റ്റ് തോന്നി തുടങ്ങി. നിന്നെപ്പോലുള്ള നല്ല ചെക്കന്മാരെയും ആരോഗ്യമുള്ള ആണുങ്ങളെയും ഒക്കെ കാണുമ്പോൾ പലപ്പോഴും എന്തോ ഒക്കെ ആഗ്രഹം തോന്നിയിട്ടുണ്ട്. ഞാൻ പുറത്തു പോകുമ്പോഴും മറ്റും എന്നെ കണ്ണെടുക്കാതെ ചിലരൊക്കെ നോക്കുന്നുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്യാനാടാ, കുടുംബമഹിമയും സദാചാരവും നോക്കി പതിവ്രത ചമഞ്ഞ് ജീവിക്കാനല്ലേ എത്രയൊക്കെ ആഗ്രഹമുള്ള പെണ്ണിന് പോലും പറ്റുകയുള്ളൂ. ഇപ്പോൾ നീ വന്ന് പഞ്ചാരവാക്ക് പറഞ്ഞ് മയക്കി സമ്മതം പോലും ചോദിക്കാതെ ഇവിടെ വരെ എത്തിയതുപോലെ ആരേലും ഒന്ന് വന്നിരുന്നേലെന്ന് ഇടയ്ക്കൊക്കെ തോന്നിപ്പോയിട്ടുണ്ട്, അവൾ പറഞ്ഞു നിർത്തി. അത് ശരി, അപ്പോൾ നല്ല ചെക്കന്മാരെയും മറ്റും വന്നിരുന്നേൽ എന്ന ആഗ്രഹമുണ്ടായിരുന്നു അല്ലേ അമ്മക്കള്ളി നിനക്ക്? ഭൂരിഭാഗം ആണുങ്ങളും ആ ആഗ്രഹം നിങ്ങളെപ്പോലെ തന്നെ കാലങ്ങളോളം അടക്കി വെക്കും. എന്നെപ്പോലെ ആരെങ്കിലും വന്ന് വളച്ചാലേ സരളാമ്മയെപ്പോലെ ഭാഗ്യവതികൾക്ക് രക്ഷയുള്ളൂ. നിന്റെ എല്ലാ ആഗ്രഹങ്ങളും ഞാനിന്ന് മാറ്റിത്തരാടി സരളമോളെ. ഓ, അത്രയ്ക്ക് മിടുക്കനാണോ നീ? മിടുക്കനാണെങ്കിൽ അത് തെളിയിച്ച് കാണിക്കടാ കുട്ടാ നീ. സരളയുടെ ശബ്ദം മാറി തുടങ്ങി. ഈ കഥയുടെ ബാക്കിയൊരു പോർഷൻ നമ്മുടെ ടെലഗ്രാം ചാനലിലായിരിക്കും ഇടുന്നത്. അപ്പോൾ ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ആ ചാനലിൽ ജോയിൻ ചെയ്ത് അവിടെ പോയി കഥയുടെ ബാക്കി കേൾക്കണം. അപ്പോൾ എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. വിത്ത് ലവ്, അലീന.